ഇതാണ് റമീസ്. ഞാൻ ഫസ്റ്റ് വീഡിയോ പറഞ്ഞായിരുന്നു നമ്മുടെ ചാനലിൻ്റെ പുറകെ ഒരാളും കൂടെ ഉണ്ടെന്ന്. അപ്പോൾ ഇന്നത്തെ യാത്ര എങ്ങോട്ടാന്ന് ചോദിച്ചാൽ ഞാനൊരു ചെറിയ കഥ പറയാം. 2014 ചാർലി ഇറങ്ങിയ സമയം ആ ഒരു ടൈമിൽ ഒരു ഡയലോഗ് ഭയങ്കരമായിട്ട് ഫേമസ് ആയിരുന്നു. മീശപ്പുലിമല മഞ്ഞ് വീണ് കണ്ടിട്ടുണ്ടോ? ഈ ഒരു ഡയലോഗിന് ശേഷം മീശപ്പുലിമലയിലേക്കുള്ള ആൾക്കാരുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടി. അതുപോലെ തന്നെ ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടായ ഒരു ടൈം കൂടെയായിരുന്നു. അതായത് ഇല്ലീഗലായിട്ട് ട്രെക്ക് ചെയ്തവരൊക്കെ കുറേ പേര് മരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഞങ്ങളുടെ ഇന്നത്തെ യാത്ര മീശപ്പുലിമലയിലേക്കാണ്. അങ്ങനെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഫുഡ് ഒരു ആവറേജ് ആയിരുന്നു, വലിയൊരു ടോപ്പ് ക്വാളിറ്റി ഒന്നുമല്ല, നല്ല ആവറേജ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് ചീയാപ്പാറ വാട്ടർഫാളാണ്. അതായത് മൂന്നാർ പോകുന്ന എല്ലാവരും ഇവിടെ നിർത്തിയിട്ടേ പോകാറുള്ളൂ. എന്താണെന്നറിയില്ല, എപ്പോൾ ഇവിടെ വന്നാലും നല്ലൊരു തിരക്ക് കാണാം. നല്ല ദൂരമാണ്. കാൽവരി വാസ് വർത്ത് ഇറ്റ്. സ്ഥലം അടിപൊളിയാ, പക്ഷെ ഒരു ദിവസത്തേക്ക് മൂന്നാറാഴ്ച നോക്കുമ്പോൾ പീസ് ഓഫ് കേക്ക് ശരിക്കും നോക്കും. മൂന്നാറിന്റെ എൻട്രൻസിലെത്തി. ഇനി അങ്ങോട്ടാണ് മൂന്നാർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ഹൈ റേഞ്ചും KSRTC ബസ്സും അത് കാണുമ്പോൾ തന്നെ ഒരു ഫീലല്ലേ. ഇനിയിപ്പോൾ അങ്ങോട്ട് മുഴുവൻ തേയിലത്തോട്ടങ്ങളാണ്. രണ്ട് സൈഡിലായാലും റോഡിൻ്റെ രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങളാണ് കാണാം. ഇങ്ങനെ ഏകദേശം മൂന്നാറെത്തി. ഈ കാണുന്നതെല്ലാം പൈൻ ട്രീസ് എന്ന് പറയും. ഇവിടെ ഭയങ്കര റെയർ ആയിട്ടുള്ളൊരു ട്രീ ആണ്. ആ കേറ്, എന്നെ മറിച്ചിട്ടല്ലേ. നമ്മളിപ്പോൾ ഉള്ളത് KFDCയുടെ ഓഫീസിലാണ്. അതായത് ഇനിയിപ്പം മീശപ്പുലിമലേക്കുള്ള ബേസ് ക്യാമ്പിലേക്കുള്ള ജീപ്പ് വരണം. 2:30 ആവും എത്തുമ്പം. ഇപ്പോൾ സമയം ഏകദേശം ഒരു 1:30 ആയിട്ടുണ്ട്. ഇതിവിടെയുള്ളൊരു ഫ്ലവർ ഗാർഡനാണ് അവരുടെ തന്നെ. ഈ കാണുന്ന ചെടിയിൽ ആക്ച്വലി നീലക്കുറിഞ്ഞിയൊക്കെ പൂക്കുന്ന ചെടിയായത്. 2:30 ആയപ്പോൾ നമ്മുടെ ജീപ്പ് എത്തി. നമുക്ക് ജീപ്പ് അല്ലാതെ വേറെ ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഓഫ് റോഡ് ബൈക്കൊക്കെ ആയാലും അല്ലെങ്കിൽ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള കാറോ ജീപ്പൊക്കെ ആയാലും അതുമായിട്ടും പോവാം. ഈ ജീപ്പ് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ നിങ്ങൾക്ക് ഒരു 2000 രൂപ ലാഭിക്കാം. ഇപ്പം KFDCയുടെ ഓഫീസിൽ എന്തായാലും വരണം. അവിടെ നിന്ന് വേണം ഒരു പാസ് കിട്ടണം. ആ പാസ് എടുത്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. കാരണം പോകുന്ന വഴിക്ക് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിൽ ആ പാസ് കാണിച്ചാലേ നമുക്ക് ആ സൈലൻറ്റ് വാലിയിലേക്ക് കടത്തി വിടുള്ളൂ. അപ്പം നമ്മുടെ KFDCയുടെ ഓഫീസിൽ നിന്ന് ബേസ് ക്യാമ്പിലേക്ക് ഏകദേശം 22 കിലോമീറ്റർ ഉണ്ട്. അപ്പം പോകുന്ന വഴിക്ക് മുഴുവൻ തേയിലത്തോട്ടങ്ങളാണ്. അതുമായിട്ട് ജീവിക്കുന്ന കൃഷിക്കാരും അവരൊക്കെയാണ് അവിടെയൊക്കെ താമസിക്കുന്നത്. അപ്പം നമ്മൾ പോകേണ്ട വഴി എന്ന് പറയുന്നത് നേരെ ഹിൽ സ്റ്റേഷൻ റോഡ് പിടിക്കുക. മൂന്നാർ ഹിൽ സ്റ്റേഷൻ റോഡ്. അവിടുന്ന് റൈറ്റ് എടുക്കണം. അതായത് സൈലൻറ്റ് വാലിയിലേക്കുള്ള റോഡ് ഗൂഗിളിലടിച്ചാൽ കിട്ടും. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചാലും മതി. അപ്പോൾ ആ വഴിയാണ് നമുക്ക് എടുക്കേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിച്ചിട്ട് വേണം വരാൻ. കാരണം ഉച്ചയ്ക്കത്തെ ലഞ്ച് അവിടെ ഇൻക്ലൂഡഡ് അല്ല ഈ പാക്കേജിൽ. അത് ഇനി പിന്നെ നമ്മൾ ചെന്ന് കഴിയുമ്പം ഒരു വൈകുന്നേരം ഒരു ടീ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഡിന്നർ. അതാണ് ആ പാക്കേജിൽ അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പം താഴെ മൂന്നാറിൽ നിന്ന് തന്നെ കഴിച്ചിട്ട് കയറാൻ ശ്രദ്ധിക്കുക. അവിടെ നിന്ന് സെൻട്രൽ സ്കൂളിൽ ഈ 2 കറുത്ത പാറയ്ക്ക് മുകളിൽ വരെ വണ്ടി പോകും.
അതിനടുത്ത് സൺറൈസ് പോകണം. സൺറൈസ് വന്നിട്ട് അങ്ങനെ ട്രക്കിംഗ് ബേസ് വിളിച്ച് അങ്ങനെ റിട്ടേൺ ഉണ്ട് അവിടെ വെയിറ്റ് ചെയ്യും. ഈ സൈലൻറ്റ് വാലി എന്നൊക്കെ പറഞ്ഞ സ്ഥലം ഒരു തവണയെങ്കിലും നമ്മളിവിടെ വന്ന് കാണണം. അതുപോലെ രസമുള്ള സ്ഥലമാണ്. കുറച്ച് മുമ്പ് നമ്മൾ കണ്ടില്ലേ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടൊക്കെ, അവിടെയൊക്കെ വൈകുന്നേരം പിള്ളേർ വന്ന് കളിക്കുന്നതെന്നാണ് നമ്മുടെ ഡ്രൈവർ പറഞ്ഞത്. അപ്പം നല്ല രസമല്ല അവിടെയൊക്കെ ഫുട്ബോൾ കളിക്കാനും അതൊക്കെ. നമുക്ക് ക്യാമറയെ പോലെ ഇത് കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം അത്രയും കൊണ്ട് കാണിക്കാം. ഈ ഫ്രണ്ടിൽ കാണുന്ന ജീപ്പുണ്ടല്ലോ, അത് ഇപ്പം ഇന്നലെ വന്ന ടൂറിസ്റ്റുകളെ കൊണ്ട് തിരിച്ചു വരുന്നതാണ്. അപ്പം അത് നോർമലി ടൈം ആവും നമ്മൾ തിരിച്ചിറങ്ങി വരുമ്പോൾ, അവിടെ ട്രക്കിങ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നത് അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഈ വീഡിയോ 2 പാർട്ടായിട്ട് ഇറക്കാനാണ്. കാരണം നമ്മൾ ബേസ് ക്യാമ്പ് വരെയും പിന്നെ അത് കഴിഞ്ഞ് ട്രക്കിങ് കൂടി ആകുമ്പോൾ നല്ല ലെങ്ത് വരും തോന്നുന്നു. അപ്പം ഇത് ബേസ് ക്യാമ്പ് കൊണ്ട് ഞാൻ നിർത്താനാണ് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു 1 വീക്കിനുള്ളിൽ തന്നെ സെക്കൻഡ് പാർട്ട് ഇറക്കാം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുന്ന പോലെ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഓഫ് റോഡ് തുടങ്ങി കുറച്ചിങ്ങെത്തി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഒരിക്കലും സ്കൂട്ടർ കൊണ്ടൊന്നും വരില്ല, പിന്നെ സാധാ ബൈക്കുകളും കൊണ്ട് കയറാതിരിക്കാനൊക്കെ നല്ലത്. വണ്ടിയുടെ പരിപ്പളകും, അതുപോലത്തെ കല്ലും തെന്നലൊക്കെ ഉള്ള സ്ഥലമാണ്. ഈ ഓഫ് റോഡ് ബൈക്കൊക്കെ ആണെങ്കിൽ പിന്നെ എളുപ്പമായിട്ട് കയറി വരും. പിന്നെ നല്ല കാറോ ജീപ്പൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് കയറി വരും. ക്യാമ്പിലാണ് നമ്മളിന്ന് നൈറ്റ് സ്റ്റേ ചെയ്യുന്നത്. ഇതിൻ്റെ ഉൾവശം എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചത്. സോ ഇതാണ് ടെൻറ്റിൻ്റെ അകം. ഏകദേശം 2 പേർക്ക് സുഖമായിട്ട് കിടക്കാവുന്ന ഒരു വലിയൊരു ടെൻറ്റാണ് ഇത്.